ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ നിറച്ചതാണ്. ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് കണവ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കണവയുടെ തല ഒരല്പം ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കണവ നമുക്ക് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവയുടെ തല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഫില്ലിങ്ങിന് നല്ല ഒരു മണം കൊടുക്കും. ഈ കണവയുടെ തല കൂടെ ഇടുമ്പോഴാണ് ആ ഫില്ലിങ്ങിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇതാ നമ്മളെ കണവയൊക്കെ ഇവിടെ വെന്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ ബൗള്, ഒരു 3/4 ഭാഗത്തോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ഇടുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. തേങ്ങ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഈ കണവയിലോട്ട് ഈ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇതെങ്ങനെ നിറച്ചാൽ മതിയാവും. ഒരുപാട് നമുക്ക് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ മതി. ഇങ്ങനെ നിറച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ടോ നമുക്കിതുപോലെ ഇങ്ങനെ പിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ഇഡ്ഡലിക്കുട്ടത്തിലോട്ട് നമുക്ക് ഈ കണവ നിറച്ചതിനെ വച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും നമ്മൾ കണവയെല്ലാം വേവേണ്ട സമയമാവും. ഇതാ നമ്മളെ കണവയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം കറിവേപ്പില, ഇത്രയും കൂടിയിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കണവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കൂട്ട് നമ്മൾ ഈ കണവയിൽ പിടിക്കുന്ന വരയ്ക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളെ കൂട്ടെല്ലാം നമ്മളെ കണവയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള
നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതാ നമ്മളെ കണവയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.